ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. കരിമീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അതിന് കരിമീൻ ഞാൻ കട്ട് ചെയ്ത് ഒക്കെ വെച്ചിരിക്കുക, ക്ലീൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വരഞ്ഞൊക്കെ വെച്ചിരിക്കുക. ഓക്കെ, 4 എണ്ണം. ഓക്കെ, വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ കരിമീനാണ്. കുറച്ച് മാങ്ങ ഇട്ട് വെക്കുന്നതാണ്. ഓക്കെ, പുളിക്ക് ഞാൻ മാങ്ങ യൂസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. ഇലയിൽ വെച്ചുണ്ടാക്കുന്നത്, വാഴയിലയിൽ ഉണ്ടാക്കുന്ന കറി. ഓക്കെ, നമ്മൾ കഴുത്തിൽ വാഴയിലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനാ. പിന്നെ ഒരു കാര്യം, മീൻ വറുത്തിട്ട് ഉണ്ടാക്കാനാ. ഓക്കെ, ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് വറുക്കണം, കുറച്ച് കോക്കനട്ട് ഓയിൽ. ഓക്കെ, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് സാൾട്ട് കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും ഒരു 4 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു 6 ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീഫ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം കേട്ടോ ഗാർലിക്ക് ഉണ്ടോ, ഒരു ചെറിയ കഷ്ണം, വലിയ കഷ്ണമല്ല, ഒരു ചെറിയ കഷ്ണം ഗാർലിക്ക് മതി. പിന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമുക്കിത് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് വരാം. ഓക്കെ, അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, വഴറ്റിയെടുത്തിട്ട് അതിനകത്തിടുന്ന പൊടികളാണ് ഇത്. 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 20 ഡ്രൈ പെപ്പർ കോൺസ് ഒന്ന് ക്രഷ് ചെയ്തിടാൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ടു 1/4 ടീസ്പൂൺ. ഓക്കെ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞുതരാം. ഓക്കെ, എത്ര എടുത്തിട്ടുണ്ടെന്ന്. കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ സാൾട്ട്. ഓക്കെ, പിന്നെ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇല ഒരു കലത്തി വെച്ചിട്ട് നമ്മൾ ഈ വഴറ്റി എല്ലാത്തിട്ട് തേങ്ങ ഒഴിച്ച് അതൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ഫിഷ് ഇട്ട് അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൂടെ. ഓക്കെ, ഞാൻ ഈ ടിഷ്യൂ പേപ്പർ വെച്ചേക്കുന്നത് ഈ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ കഴുകി എടുക്കുമ്പോൾ വെള്ളം വരുമല്ലോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് ഇതിനകത്ത് പുരട്ടി കൊടുക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ നന്നായിട്ട് ഈ വൈപ്പ് ചെയ്തിട്ടാണ് ഇത് എന്താ പറയുക മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് വെള്ളമില്ല. അതുപോലെ തന്നെ ഒത്തിരി വെള്ളം ഞാൻ ഈ മസാലയ്ക്കകത്ത് അങ്ങനെ മിക്സ് ചെയ്യാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കരിമീൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വരാം. ആ ചെറിയ ഉള്ളി ഞാൻ ഒരു 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു 1/2 കപ്പിൽ കൂടുതലുണ്ട് കേട്ടോ ഈ ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇതുപോലെ ലോങ് തിൻ സ്ലൈസ് ആയിട്ട് അരിയുക. അതെ, ജിഞ്ചർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു, ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു കഷ്ണമാണ് ഞാൻ ഈ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറി ലീഫൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഈ മീനിന് മാങ്ങ ചേർക്കുമ്പം മാങ്ങയുടെ തൊലി അവിടെ എവിടെയൊക്കെ ആയിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാനൊക്കെ. അപ്പം അങ്ങനെ ചെയ്തിട്ട് വെച്ചിരിക്കാൻ ഇനിയിപ്പം മാങ്ങയൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ സ്ക്വയർ നീളത്തിലല്ലേ ഇതിനകത്ത് ഇടുന്നത്. ഓക്കെ, ഒന്ന് സ്ക്വയറിൽ കണ്ടിച്ച് ചെറിയ എന്താ പറയുക ഡൈസിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലെടുക്കാൻ പോകും. ഓക്കെ, അപ്പം ഞാൻ ഇനി അത് കട്ട് ചെയ്തിട്ട് വരട്ടെ. അപ്പോഴത്തേന് ഫിഷ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. പിന്നെ അരിഞ്ഞ് ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെക്കുക. ഓക്കെ, എനിക്കൊന്ന് ഇത് ഞാൻ അരിഞ്ഞ് വന്നപ്പം 1.5 കപ്പ് ഉണ്ട് കേട്ടോ. എനിവേ നമ്മൾ ഈ ഫിഷും ഈ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വരുമ്പം പുളി വേണമായിരിക്കും. ഒത്തിരി പുളിയില്ല കേട്ടോ ഈ മാങ്ങയ്ക്ക്. എനിവേ ചെറിയ പുളിയുള്ള മാങ്ങ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്കിനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊപ്പം തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് 2 സൈഡും ഒന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം. ഓക്കെ, നമുക്ക് ഈ സൈഡാകുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതല്ലേ പെപ്പർ കോൺസ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചു. മീനൊന്ന് റെഡിയാക്കൊണ്ടിരിക്കപ്പോഴത്തേക്കും നമുക്ക് ഒരു നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മീൻ കരിയില്ലേ,
ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ടുണ്ടാക്കിയാൽ മതി. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഓണിയനും ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞ് നമുക്ക് ജിഞ്ചറും ഗാർലിക്കൊക്കെ ഇട്ട് കൊടുക്കും. ഒന്ന് മറ്റേ ഉടയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തിരിച്ചിടാക്കി ഇതെല്ലാം തിരിച്ചിട്ട് മറ്റേ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് മാറ്റാക്കി. ഇപ്പോഴത്തെ ഉള്ളി ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ജിഞ്ചറും ഗാർലിക് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒത്തിരി അങ്ങനെ വഴറ്റൊന്നും വേണ്ട, ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ പച്ചമുളകില്ല നമ്മൾ അരിഞ്ഞ് വെച്ച് ഗ്രീൻ ചില്ലി, കറി ലീഫ് അതുകൂടെ ഒന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ദിവസം എന്താണ് വാടി വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഒന്ന് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കും. ഓക്കെ, അത് മതി. ഇത് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള പൊടിയോടിട്ട് 1 മിനിറ്റ് ഒന്ന് വറക്കത് മതി. നമുക്ക് ഓഫ് ചെയ്യാം. ഫിഷും നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ, അത് മതി. ഇതും ഫിഷും ഞാൻ ഓഫ് ചെയ്തു, ഇതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കലം വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കലം വെച്ചിട്ട് ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതില്ലേ വഴറ്റി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. ഓക്കെ, മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലിനകത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, 1 കപ്പ് കൊണ്ടുണ്ടാക്കില്ല, 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കുറച്ചുകൂടി വേണം. ഓക്കെ, ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപ്പം തേങ്ങാപ്പാൽ എനിക്കൊന്ന് 1.5 കപ്പ് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്താൽ ഒഴിച്ചേട്ടോ. തേങ്ങാപ്പാൽ തന്നെ അല്ല, തേങ്ങാപ്പാലും വെള്ളവും കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ച് ഫിഷിനകത്തോട്ടിട്ട് കൊടുക്കാം. ഓക്കെ, മാങ്ങയുടെ പുളി ഒന്ന് ഇറങ്ങണമല്ലോ. തിളച്ച് വരാൻ വേണ്ടി അടച്ചു വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ചിട്ടില്ല കേട്ടോ. ഈ മാങ്ങയില്ലേ, മാങ്ങ ഒന്ന് വെന്തിട്ട് വേണം ഫിഷ് ഇടാൻ. ഓക്കെ, മാങ്ങ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന പോലെ. ഓക്കെ, ഇപ്പോൾ തിളച്ച് വന്നു. ഇനിയിപ്പോൾ ഈ മാങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് നമ്മൾ ഓൾറെഡി എന്താ പറയുക ഫ്രൈ ചെയ്തിട്ട് വെച്ചേക്കില്ലേ, അപ്പോൾ ഒത്തിരി അതിനകത്തിട്ട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യം. അപ്പം മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി അടച്ച് വെക്കാം. ഇതിപ്പം എന്താ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫിഷ് അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഫിഷ് ഇടുക. മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫിഷെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് 2 മിനിറ്റ് വന്നിട്ട് ഓൾറെഡി ഇത് വെന്തതാണ്. അതിനകത്ത് മാങ്ങയായാലും വെന്തിട്ടിരിക്കുക, അതിൻ്റെ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആയ വരുന്നുണ്ട്. ഇനി വറുത്തിടുന്നുണ്ട് അങ്ങനെ ഉടയ്ക്കൊന്നുമില്ല. ഉടയാലൊക്കെ ഇപ്പം ഞാനിത് ഓഫ് ചെയ്താലും ഇനി എന്താ പറയുക കഴുത്തിലിരിക്കുന്നതുകൊണ്ട് എന്താ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് ചെയ്തു കേട്ടോ. 2 മിനിറ്റ് വെച്ചാൽ മതി. എനിക്ക് ഓഫ് ചെയ്തു. എന്നിട്ടും അതിങ്ങനെ ഈ ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ചൂടായിട്ട് തന്നെ ഇരിക്കുക. കലം ഇങ്ങനെ നമ്മളിങ്ങനെ ചരിച്ചിങ്ങനെ
കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ, ഒത്തിരി ഇളക്കണ്ട. ഓക്കെ, കരിമീൻ വറുത്തിട്ട് വാഴയിലയും വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാലും മാങ്ങയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള കരിമീൻ കറി റെഡിയായിട്ടിരിക്കണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് ഓഫ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഇത് കലത്തിൽ വെച്ചേക്കുന്നുണ്ട്, ഓൾറെഡി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പം ഫിഷാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തില്ല, അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങനെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രേവിയും ഒരു ഫിഷും ഒക്കെ ആയിട്ട് സെർവ് ചെയ്യുക. ഓക്കെ, ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറി, ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫ് കൂടി ഇട്ടിട്ട് എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ടിരിക്കണം. ഞാൻ ഇച്ചിരി എൻ്റെ ഗ്രേവി എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കരിമീൻ തേങ്ങാപ്പാലും മാങ്ങയൊക്കെ ഇട്ട് ഇലയിലൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ഉലുവയൊക്കെ ഇട്ടില്ലേ, ഉലുവയുടെയും ഒക്കെ ടേസ്റ്റ് തേങ്ങാപ്പാലും മാങ്ങയുടെയൊക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഉള്ളി നന്നായിട്ടുണ്ട്. നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ ഇതുണ്ട്, ഒരു കഷ്ണം കുറച്ച് ഗ്രേവി മാങ്ങ ഉള്ളിയൊക്കെ ആയിട്ട് എടുത്ത് സെർവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.